السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ പരിശുദ്ധ റമളാനിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധ റമളാൻ അത് പകുതിയായിട്ടുണ്ട്. ആമുഖമായി എന്നോടെന്നതുപോലെ സൂചിപ്പിക്കട്ടെ, ഇനി റമളാനിൻ്റെ നാം കണ്ടിട്ടുള്ള മാസപ്പിറവി അത് തിരിച്ചു മടങ്ങാൻ സമയമായിരിക്കുന്നു. ഹിലാൽ അസ്തമിക്കാനായിരിക്കുന്നു. പ്രവർത്തനങ്ങളിൽ, ഇബാദത്തുകളിൽ കൂടുതൽ പരിശ്രമിക്കുവാനും അതുപോലെ തന്നെ പരിശുദ്ധ റമളാനിൻ്റെ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ സമയം മുതലെടുക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്നതുപോലെ ഉണർത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുക എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. അള്ളാഹു അവൻ്റെ കിതാബിൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 208, 209 വചനങ്ങളിലായി, ആയത്തുകളിലായി നമ്മോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിങ്ങൾ പിശാചിൻ്റെ കാലടിപ്പാടുകൾ പിന്തുടരരുത്, തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅത്കുമുൽ ബയ്യിനാതു, ഇനി വ്യക്തമായ തെളിവുകൾ നിങ്ങളിലേക്ക് വന്നു കിട്ടിയിട്ടും നിങ്ങൾ തെറ്റിപ്പോവുകയാണെങ്കിൽ, ഫഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ അസീസുൻ ഹക്കീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അസീസാണ്, പ്രതാപിയാണ്, അവൻ ഹക്കീം, യുക്തിപൂർണനാണ്. സഹോദരങ്ങളെ, എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മോട് പറഞ്ഞത്? ഈ ആയത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹു വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ. മഹാനായ സഹാബി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന ആയത്ത് നീ കണ്ടാൽ അത് അല്ലാഹു നിന്നെ വിളിക്കുന്നതാണ്. അല്ലാഹു ആ വിളി നിന്നെ വിളിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ഖൈർ, ഒരു നന്മ നിന്നോട് കൽപ്പിക്കാനാണ്, അതല്ലെങ്കിൽ ഒരു ഷർറ്, ഒരു തിന്മ അത് നിന്നോട് വിലക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ ആയത്തിലേക്ക്, അത്തരം ആയത്തുകളിലേക്ക് നിന്റെ കാതുകൾ നീ കൂർപ്പിച്ചു വെക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ആയത്തിൽ വിളിക്കപ്പെടുന്നത് സത്യവിശ്വാസികളെ എന്നാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും, സഹോദരി സഹോദരന്മാർ, നമ്മൾ ഈ ആയത്തിലേക്ക് നമ്മുടെ കാത് കൊടുക്കണം, നാം ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം അള്ളാഹു നമ്മെ വിളിച്ചിരിക്കുന്നു.
മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഉദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കുക. ഫിസ്സിൽമി കാഫ. അസ്സിൽം എന്നാൽ പരിശുദ്ധ ഇസ്ലാം. സഹാബത്ത് മുതൽ ഇങ്ങോട്ട് മുഫസ്സിറുകൾ വിശദീകരിച്ചു, നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. കാഫത്തൻ, കാഫത്തൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായി. അവിടെ നോക്കൂ, ഈ ആയത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈമാനുള്ളവരെ വിളിച്ചിട്ടാണ് ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കാൻ പറയുന്നത്. ഏതുപോലെ? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, സൂക്ഷിക്കേണ്ട മുറപ്രകാരം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. ആയത്തുകൾ നോക്കൂ നിങ്ങൾ. ഈമാനുള്ളവരെ വിളിച്ചിട്ടാണ് അള്ളാഹു ഈ ഉപദേശം നടത്തുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഈ പരിശുദ്ധ ദീൻ നെഞ്ചിലേറ്റാനും അതിൻ്റെ വക്താക്കളായി ജീവിക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ അവൻ്റെ മസ്ജിദിൽ നമ്മെ ഇരുത്തിയ റബ്ബിന് സാധിക്കും വല്ല കുരിശിൻ്റെയോ ബിംബത്തിൻ്റെയോ വിഗ്രഹങ്ങളുടെയോ മുന്നിൽ നമ്മെ കൊണ്ടിരുത്താൻ. പക്ഷെ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഇരുത്തിയത് മസ്ജിദിലാണ്. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന അവൻ്റെ ഭവനങ്ങളിൽ ഒന്നിലാണ് അള്ളാഹു നമ്മെ ഇരുത്തിയിട്ടുള്ളത്. അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സുജൂദ് ചെയ്ത് എഴുന്നേറ്റ് ഇവിടെ ഇരിക്കുന്നത്. അത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്. അതിനേക്കാൾ വലിയൊരു നിഅമത്ത്, അനുഗ്രഹം മറ്റൊന്നുമില്ല. ദുനിയാവിലെ മറ്റെല്ലാം നമുക്ക് പകരം നിൽക്കും, എന്തും പകരം നിൽക്കും. എന്തും, ആരും, ഏതും നമുക്ക് പകരം നിൽക്കും. ഒന്ന് പോയാൽ വേറൊന്ന് എന്നതാണ്. എന്നാൽ ഇസ്ലാം, ഈ ദീൻ, അത് പോയാൽ സഹോദരങ്ങളെ പിന്നെ അതിന് പകരം നിൽക്കാൻ മറ്റൊന്നില്ല. പിന്നെന്താണ് അതിന് പകരം നിൽക്കാനുള്ളത്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ചോദിച്ചതുപോലെ ഫമാദാ ബഅദൽ ഹഖ്ഖി ഇല്ല ളലാൽ, ഹക്കിന് ശേഷം, സത്യത്തിന് ശേഷം വഴികേടല്ലാതെ മറ്റെന്താണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഉള്ള ഈ പരിശുദ്ധ ദീൻ അത് അള്ളാഹു നമുക്ക് ചെയ്ത വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്, ഇതിലേക്ക് പരിപൂർണമായി നിങ്ങൾ പ്രവേശിക്കണം. അൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, യഖൂലു തആല ആമിറൻ ഇബാദഹുൽ മുഅ്മിനീന ബിഹി അൽ മുസദ്ദിഖീന ബിറസൂലിഹി. അല്ലാഹു തആല അവനിൽ വിശ്വാസമുള്ള മുഅ്മിനീങ്ങളോട്, അവൻ്റെ അടിമകളോട്, അള്ളാഹുവിൻ്റെ റസൂലിനെ സത്യപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ അടിമകളോട് കൽപ്പിക്കുകയാണ്, അൻ യഖുദു ബിജമീഇ ഉറൽ ഇസ്ലാമി വശറാഇഇഹി, ഇസ്ലാമിൻ്റെ മുഴുവൻ ഇഴകളും എന്ന് പറഞ്ഞാൽ എല്ലാം, ഈ ശരീഅത്തിൻ്റെ എല്ലാ കണ്ണികളും എല്ലാ കയറുകളും നിങ്ങൾ സ്വീകരിക്കണം, എല്ലാം എടുക്കണം നിങ്ങൾ. വൽ അമലി ബിജമീഇ അവാമിരിഹി, അള്ളാഹുവിൻ്റെ മുഴുവൻ കൽപ്പനകളും നിങ്ങൾ പാലിക്കണം. വതർക്കി ജമീഇ സവാജിരിഹി മസ്തതാഉ മിൻ ദാലിക്, അള്ളാഹു വിരോധിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുനിൽക്കണം, അതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതിനൊക്കെ സാധിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഒരു കൽപ്പന നടപ്പിലാക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ ചെയ്യണം. ഒരു തിന്മ, അതിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾ എന്തൊക്കെ പരിശ്രമിക്കണം അതൊക്കെ നിങ്ങൾ ചെയ്യണം. ഇതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ കൽപ്പിച്ചിട്ടുള്ളത്. അതാണ് സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് ഇതിനെ നമ്മളൊന്ന് കൂട്ടിയോജിപ്പിച്ച് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് കൊണ്ട് നമ്മോട് നിശ്ചയിച്ച കാര്യം ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളായി തീരുവാൻ വേണ്ടി. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കലും അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കലും. ഇത് പരിപൂർണമായി പാലിക്കാനാണ് അള്ളാഹു നോമ്പ് നിശ്ചയിച്ചിട്ടുള്ളത്.
ഇത് നമ്മോടുള്ള പൊതുവെയുള്ള എല്ലാ സമയത്തുമുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, ദീനിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുറുകെ പിടിക്കണം, എല്ലാ കൽപ്പനകളും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ദീനിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുസരിക്കാം, പക്ഷെ സക്കാത്ത് തരികയില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? അങ്ങക്ക് തോന്നിയതുപോലെ ചെയ്തോളൂ എന്നല്ല പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത വല്ലതും ആരെങ്കിലും തടഞ്ഞു വെക്കുകയാണെങ്കിൽ അവനോടത് പോരാടി യുദ്ധം ചെയ്തിട്ടാണെങ്കിൽ അത് വാങ്ങും. നിസ്കാരവും സക്കാത്തും വേർതിരിക്കാൻ ആരാണ് അവർക്ക് അവകാശം നൽകിയിട്ടുള്ളത് എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ദീനിലെ മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചിരിക്കണം. അതാണ് ദുഖൂലു ഫിസ്സിൽമി കാഫ. അതേപോലെ തന്നെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു യുവാവ് കടന്നു വരുന്നു. ആ യുവാവ് പറഞ്ഞു, നബിയെ, മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് വ്യഭിചരിക്കണം. എനിക്ക് വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നില്ല. ഹറാമിനോടുള്ള താല്പര്യം ആ വ്യക്തി അറിയിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നീ സൗകര്യമുള്ള പോലൊക്കെ ചെയ്തോളൂ എന്നല്ല പറഞ്ഞത്. ഓരോരുത്തർക്കും നീട്ടി വലിച്ചൊപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുവാവിനോട് തിരിച്ചു ചോദിച്ചു, നിന്റെ മാതാവിൻ്റെ കാര്യത്തിലാണെങ്കിൽ നീ ഇത് അംഗീകരിക്കുമോ? നിന്റെ സഹോദരിയുടെ കാര്യത്തിലാണെങ്കിൽ നീ ഇത് അംഗീകരിക്കുമോ? നിന്റെ ഭാര്യയുടെ, നിന്റെ ഉപ്പയുടെ സഹോദരിയുടെ, നിന്റെ ഉമ്മയുടെ സഹോദരിയുടെ, നിന്റെ പെൺമക്കളുടെ കാര്യത്തിൽ, ഇങ്ങനെ ഓരോരുത്തരെയും എടുത്തുകൊണ്ട് ചോദിച്ചു, ഇവരുടെ കാര്യത്തിൽ അവരെക്കുറിച്ച് അവരെ വ്യഭിചരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നീ സമ്മതിക്കുമോ? ഇല്ല എന്ന് പറഞ്ഞു. നബി അത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണ്, ഒരു യുവതി ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കും. ജനങ്ങളാരും അവരുടെ കാര്യത്തിൽ ഇഷ്ടപ്പെടുകയില്ല എങ്കിൽ നീയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ആ യുവാവ് അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇനി എനിക്കത് ആവശ്യമില്ല, ഇനി ഞാൻ വ്യഭിചരിക്കുകയില്ല എന്നു പറഞ്ഞ് അതിൽ നിന്ന് തിരിച്ചു മടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ദീനിലേക്ക് പരിപൂർണമായി നമ്മൾ പ്രവേശിക്കണം. ഇസ്ലാമിൻ്റെ ഓരോ നിയമനിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ എന്ന് പറഞ്ഞത്. ഇസ്ലാം എന്നാൽ ഈ ദീനിൽ അഖീദയുണ്ട്, വിശ്വാസമുണ്ട്, ഇബാദാത്തുകളുണ്ട്, അതുപോലെ തന്നെ സ്വഭാവ മര്യാദകളുണ്ട്, അതുപോലെ ആദാബുകൾ, ഇങ്ങനെ ഓരോന്നും എല്ലാം കോർത്തിണക്കപ്പെട്ടിട്ടുള്ള മഹത്തായ ഒരു ആദർശമാണ് പരിശുദ്ധ ഇസ്ലാം. ഇതിൻ്റെ പ്രത്യേകത സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ സർവ അമ്പിയാക്കളെയും പറഞ്ഞയച്ചിട്ടുള്ളത് നമ്മൾ ഇന്ന് ഈ അധുനാധുനിക കാലഘട്ടത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാലഘട്ടം മികച്ചു നിൽക്കുന്ന ഈ ഒരു കാലത്ത് പോലും നമുക്ക് ഉൾക്കൊള്ളാനും ജീവിക്കാനും ആളുകളുടെ മുന്നിൽ എഴുന്നേറ്റ് എന്ന് പറയാനും സാധിക്കുന്ന പരിശുദ്ധ ഇസ്ലാമുമായിട്ടാണ് സർവ അമ്പിയാക്കളും ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അള്ളാഹു നബിമാരെ മുഴുവനും അയച്ചിട്ടുള്ളത് ഈ ആദർശം പറഞ്ഞുകൊണ്ടാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ 1400 വർഷങ്ങൾക്ക് മുന്നേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വന്നിട്ടുള്ളത് ഈ ആദർശം പറഞ്ഞുകൊണ്ടാണ്. ഇസ്ലാമിൻ്റെ മേന്മയാണിത്. ഇതിൻ്റെ അടിസ്ഥാനം, അതിൽ യാതൊരു മാറ്റവുമില്ല. ഉസൂലുകൾ എല്ലാ നബിമാരുടെയും ഒന്നാണ്. എന്നാൽ വിശദാംശങ്ങളിൽ ചില കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും അനുയോജ്യമായ നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, എല്ലാവരോടും അള്ളാഹു കൽപ്പിച്ചത് വ ഉമിർതു അൻ ഉസ്ലിമ ലിറബ്ബിൽ ആലമീൻ. വ ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ ഉസ്ലിമ ലിറബ്ബിൽ ആലമീൻ,
റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വഴിപ്പെടാൻ, അള്ളാഹുവിന് കീഴൊതുങ്ങാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ഖലീൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു, അസ്ലിം, ഓ ഇബ്രാഹിം, താങ്കൾ മുസ്ലിമാവുക, താങ്കൾ മുസ്ലിമാവുക. ഖാല, അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിന് ഞാനിതാ മുസ്ലിമായിരിക്കുന്നു, വഴിപ്പെട്ടിരിക്കുന്നു. നബിമാരുടെ പ്രഖ്യാപനം ഇതാണ്. അമ്പിയാക്കൾ അവരുടെ മരണസമയത്ത്, അവർക്ക് മരണമാസന്നമാകുമ്പോൾ മക്കളെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്ത ഉപദേശം വിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹു അതാ സൂറത്തുൽ ബഖറയിൽ നമ്മെ അറിയിക്കുന്നു, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാഖൂബ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമും തങ്ങളുടെ മക്കൾക്ക് വസിയത്ത് നൽകുകയുണ്ടായി, ഉപദേശം നൽകുകയുണ്ടായി. എന്താണ് അവർക്ക് ഉപദേശം നൽകിയത്? യാ ബനിയ, എൻ്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അള്ളാഹു ഇതാ നിങ്ങൾക്കൊരു ദീൻ, ഒരാദർശം അത് തിരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്നു. നിങ്ങളുള്ള ഈ ദീൻ എന്നത്, ആദർശം എന്നത് അള്ളാഹു നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നതാണ്. അള്ളാഹു നിങ്ങളെ അതിലേക്ക് ചേർത്തത് അള്ളാഹു ചെയ്ത നിഅമത്താണ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. നബിമാർ മക്കൾക്ക് നൽകുന്ന വസിയത്താണിത്, നബിമാരുടെ ഉപദേശമാണിത്, അന്തിമ വസിയത്താണിത്. നമ്മൾ സാധാരണ മരിക്കുമ്പോൾ ഉപദേശം കൊടുക്കുക, മക്കളെ നോക്കണം, ശേഷമുള്ള താഴെയുള്ള കുട്ടികൾ, അഞ്ചന്മാർ അഞ്ചത്തിമാരെ നോക്കണം, കച്ചവടം ഇങ്ങനെ കുറേ ബാക്കിയുണ്ട്, ഇന്നടുത്ത് കൊടുക്കാനുണ്ട്, ഇന്നത് വാങ്ങാനുണ്ട്, അവിടെ അയാൾക്ക് ഇത്ര കൊടുക്കാനുണ്ട്, വീടിൻ്റെ അത് ചെയ്യാനുണ്ട്, അപ്പുറത്ത് ഇങ്ങനെ ചെയ്യാനുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ വസിയത്തായിട്ട് കൊടുക്കാറുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, നബിമാർ കൊടുത്ത വസിയത്ത് നോക്കൂ നിങ്ങൾ. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മക്കളെ നിങ്ങൾ മരിച്ചു പോകരുത്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുകയാണ്, അം കുൻതും ശുഹദാഅ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്. യാക്കൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് മരണമാസന്നമാകുമ്പോൾ നിങ്ങൾ അവിടെ സന്നിഹിതരാണോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അള്ളാഹു മുൻപ് കഴിഞ്ഞുപോയ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് മരണമാസന്നമായ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ സംഭവിച്ചത് ഇതാണ്, ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. അദ്ദേഹം മക്കളോട് ചോദിച്ചു, എനിക്ക് ശേഷം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ് ആരാധിക്കുക, ആരാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക? ഖാലു, മക്കൾ പറഞ്ഞു, നഅബുദു ഇലാഹക് വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. വാപ്പാ, നിങ്ങളുടെ ഇലാഹിനെ, നിങ്ങളുടെ പിതാവിൻ്റെ അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മാഈലിൻ്റെയും ഇസ്ഹാഖിൻ്റെയും ഇലാഹ് അലൈഹിമുസ്സലാം, അവരുടെ ഇലാഹ് ഏതൊരുവനാണോ ആ ഏകനായ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ ആ ഇലാഹിന്, ആ റബ്ബിന് കീഴൊതുങ്ങിയ വഴിപ്പെട്ട മുസ്ലിമീങ്ങളായിരിക്കും. എന്തൊരു മനോഹരമായ ഉപദേശമാണ് സഹോദരങ്ങളെ. നോക്കൂ, ഒരു വാപ്പയുടെ മനോഹരമായ ചോദ്യം, മക്കളുടെ മനോഹരമായ മറുപടി. ഞാൻ ആദ്യം മോദി വെച്ച ആയത്ത് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ മരിക്കാൻ നേരത്തെ മക്കളോട് പറയണം, മക്കളെ മുസ്ലിമീങ്ങളായിട്ട് ജീവിക്കണം എന്ന് പറയുമ്പോൾ മക്കൾ ഒരു നിമിഷം ബുദ്ധിയുള്ളവരാണെങ്കിൽ ആലോചിക്കും, വാപ്പാൻ്റെ അവസ്ഥ എന്തായിരുന്നു, വാപ്പാൻ്റെ ജീവിതത്തിലെ വിശ്വാസം എന്തായിരുന്നു. മക്കൾ പരിശോധിക്കും. വാപ്പാൻ്റെ ജീവിതത്തിലെ കർമ്മങ്ങൾ എന്തായിരുന്നു, മക്കൾ പരിശോധിക്കും. വാപ്പാൻ്റെ ജീവിതത്തിലെ സ്വഭാവ മര്യാദകളും ഇടപാടുകളും എന്തായിരുന്നു, മക്കൾ പരിശോധിക്കും. വാപ്പയുടെ ശരീരത്തിലുള്ള ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ മക്കൾ പരിശോധിക്കും. ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് മക്കൾ പറയുക, വാപ്പ
നിങ്ങൾ പറഞ്ഞ പോലെ ആയിരിക്കും നമ്മൾ. നിങ്ങൾ ഏതൊരു ഇലാഹിനെ കുറിച്ചാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഏതൊരു ഇസ്ലാമിനെ കുറിച്ചാണോ നിങ്ങൾ പഠിപ്പിച്ചു തന്നത്, അതിലായിരിക്കും ഞങ്ങൾ എന്ന് പറയണമെങ്കിൽ സഹോദരങ്ങളെ നമ്മളങ്ങനെ ആയിരിക്കണം. നമ്മൾ ഈ പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർ പറഞ്ഞ ആ ആദർശത്തിലായിരിക്കണം നമ്മൾ. അള്ളാഹു അസ്ലിം എന്ന് പറഞ്ഞപ്പോൾ അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് ഞാനിതാ വഴിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിൻഗാമികളായ വാപ്പമാരായിരിക്കണം നമ്മൾ. അപ്പോഴാണ് നമുക്ക് മക്കളതിൽ കിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഈ ദീനിൻ്റെ പ്രത്യേകതയാണ് അള്ളാഹു ഇത് നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം അഥവാ ഒരു ദുൽഹിജ്ജ മാസത്തിലെ അറഫയുടെ ദിനത്തിലാണ് അള്ളാഹു അവൻ്റെ ദീൻ നമുക്ക് പൂർത്തീകരിച്ച് നൽകുന്നത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം സമ്പൂർണമാക്കി നൽകുന്നത്, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ട് നൽകുന്നത്. 3 കാര്യങ്ങളാണ് ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു. അത് ഈ ദീനിൻ്റെ പ്രത്യേകതയാണ്. ഈ ദീൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 1400 വർഷങ്ങൾക്ക് മുന്നേ ഇത് പൂർത്തീകരിച്ചു. ഇനി ഇതിലൊന്നും കൂട്ടാനില്ല, ഇതിലൊന്നും കുറക്കാനില്ല. എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു പക്ഷിയുടെ ചിറകിൽ വല്ല വിജ്ഞാനവും ഒളിഞ്ഞിരിക്കുന്നുവെങ്കിൽ, അടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതുവരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടാണ്, ഓർമ്മപ്പെടുത്തിയിട്ടാണ് അവിടുന്ന് വഫാത്തായി പോയത്. എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നും പഠിപ്പിക്കാനില്ല. പൂർത്തീകരിച്ച മതമാണിത്. അത് മുസ്ലിമീങ്ങളായ നമുക്കുള്ള അന്തസ്സാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ പൂർത്തീകരിക്കപ്പെട്ട ദീനിലേക്ക് പരിപൂർണമായി പ്രവേശിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങളുടെ മേൽ എൻ്റെ അനുഗ്രഹം ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണിത്. ഇതിനേക്കാൾ ഒരു അനുഗ്രഹം വേറില്ല. ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം വേറെ ഇല്ല തന്നെ. കാരണം അള്ളാഹു ഇത് സമ്പൂർണമാക്കി തന്ന അവൻ്റെ നിഅമത്താണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ അള്ളാഹു റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നാണ് അവസാനം ആയത്തിൽ പറഞ്ഞത്. ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തികരമായ ഒരു ആദർശം ഇതാണ്. വേറെ ഏത് പ്രത്യയശാസ്ത്രം, ഏത് ആദർശം ആര് സ്വീകരിച്ചാലും അത് ഓരോരുത്തർക്കും അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് സ്വീകരിക്കാം. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെടണമെങ്കിൽ, അള്ളാഹു തൃപ്തിപ്പെടണമെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാം, ഈ പറഞ്ഞ ദീനായിരിക്കണം. ആ ദീനിൽ പരിപൂർണമായി സഹോദരങ്ങളെ നമ്മൾ പ്രവേശിക്കുകയും വേണം. ഈ ദീനിൻ്റെ നാം പരിപൂർണമായി പ്രവേശിക്കേണ്ട ഒന്നാമത്തെ കാര്യം അത് അഖീദയാണ്, വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം, അതാണ് നാം പരിപൂർണമായി പ്രവേശിക്കേണ്ട ആദ്യത്തെ കാര്യം. നമ്മൾ ചോദിക്കുക, നമ്മളൊക്കെ വിശ്വാസമുള്ള ആളുകളല്ലേ, എന്താ ഇപ്പം നമ്മൾ വിശ്വാസത്തിന് പ്രശ്നം? സഹോദരങ്ങളെ, വിശ്വാസപരമായ അനേകം വൈകല്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നാളെയും മറ്റന്നാളെയും നമുക്ക് കേൾക്കാം, മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാരായ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും, അവർ ബദറിൽ അള്ളാഹുവിൻ്റെ ഏകത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പോരാടിയത്. ആ ബദരീങ്ങളെ വിളിച്ച് പാടുന്ന, ദുആ ചെയ്യുന്ന പ്രാർത്ഥനകൾ, മാലപ്പാട്ടുകൾ നമുക്ക് കേൾക്കാം. അല്ലൽ മികന്തേ കടത്തിലകപ്പെട്ടവൻ, കടം കൊണ്ട് വലഞ്ഞവൻ, പ്രയാസപ്പെട്ടവൻ. ഈ ബദറിലെ ബദരീങ്ങളുടെ അസ്മാ പേരുകൾ അത് ഉരുവിട്ടാൽ ആ കടങ്ങൾ വീട്ടിയിട്ടല്ലാതെയില്ല എന്ന് തുടങ്ങി അനേകം ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് കേൾക്കാം. അത് നമ്മുടെ വിശ്വാസത്തിന് ബാധിക്കുന്ന ഏറ്റവും വലിയ വൈകല്യമാണ്. നമ്മുടെ വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വിശ്വസിച്ച് കാണിച്ച് തന്നതുപോലെ ഇരിക്കണം. സഹാബത്ത് മാതൃക കാണിച്ച് തന്നതുപോലെ ഇരിക്കണം. അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ആവാൻ പാടില്ല. അതുകൊണ്ട് വിശ്വാസത്തിലേക്ക്, അഖീദയിലേക്ക് പരിപൂർണമായി നമ്മൾ പ്രവേശിക്കണം. ഒന്നാമതായിട്ട് പല ആളുകളും പറയാറുള്ളത് അതൊക്കെ ശാഖാപരമായ ഒരു പ്രശ്നമല്ലേ എന്നാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടലും അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യലും ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ അകത്ത് വെച്ച് നമ്മൾ കാണുമ്പോൾ അതൊക്കെ ശാഖാപരമായ ഒരു പ്രശ്നമല്ലേ എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ അഖീദയെ, വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. എന്നിരിക്കെ ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് നൽകുക എന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അത് ശിർക്ക് എന്ന് പറയും. അതിന് അള്ളാഹുവിനെ ഏകനാക്കണം. അവൻ്റെ റുബൂബിയത്തിൽ അഥവാ സൃഷ്ടിപ്പിലും നിയന്ത്രണത്തിലും അധികാരത്തിലും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അള്ളാഹുവിനെ ഏകനാക്കണം. അത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. ആരാധനയുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഏകനാക്കണം. അവന് മാത്രമേ ആരാധനകൾ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കണം. അത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. ഇതൊക്കെ നമ്മുടെ വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് സഹോദരങ്ങളെ നമ്മൾ ഒന്നാമതായി ശരിയാക്കേണ്ടത്. അതുപോലെ ഈമാനായി അള്ളാഹു പഠിപ്പിച്ചു തന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നമ്മൾ പരിപൂർണമായി പ്രവേശിക്കണം. മരണാനന്തരം വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങൾ, അതിൽ ഈമാനുള്ളവരായിരിക്കണം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ് അള്ളാഹു മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത്. നേർക്കുനേരെ കണ്ടാൽ മാത്രമല്ല, അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ അത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഈമാനിൻ്റെ ഭാഗമാണത്, ഈമാനാണത്. അതിൽ നിന്ന് ഒന്നും ഒരു തരിമ്പ് പോലും നിഷേധിക്കാൻ പാടുള്ളതല്ല. നമ്മൾ കണ്ടാലേ അംഗീകരിക്കുകയുള്ളൂ. നമ്മൾ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന ആയത്തിന് വിരുദ്ധമാണത്. പ്രവേശിച്ചിട്ടില്ല, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, പരിപൂർണമായിട്ടില്ല എന്നാണ്. നമ്മൾ കണ്ടതും കാണാത്തതും കേട്ടതും കേൾക്കാത്തതും പ്രമാണങ്ങളിലുണ്ടോ വിശ്വസിച്ചിരിക്കുന്നു, അതിലേക്ക് പരിപൂർണമായി കീഴൊതുങ്ങിയിരിക്കുന്നു. ഖബറിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ, മഹ്ശറിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ, സ്വർഗവും നരകവും ഇതൊക്കെ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. പണ്ടും പണ്ടേ ചെറിയ പ്രായത്തിൽ ഈമാനിൻ്റെ 6 കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അള്ളാഹുവിലുള്ള ഈമാൻ, മലക്കുകളിലുള്ള ഈമാൻ, കിതാബുകളിലുള്ള ഈമാൻ, റസൂലുകളിലുള്ള ഈമാൻ, അന്ത്യനാളിലുള്ള ഈമാൻ, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ഈമാൻ. 6 കാര്യങ്ങൾ ചിന്തിച്ചു നോക്കണം. ആ ഈമാനിൻ്റെ 6 കാര്യങ്ങളിൽ നാം പരിപൂർണമായി പ്രവേശിച്ചുവോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ നേരത്തെ പറഞ്ഞു. മലക്കുകളുമായി ബന്ധപ്പെട്ട ഈമാൻ, കിതാബുമായി ബന്ധപ്പെട്ട കിതാബുകളുമായി ബന്ധപ്പെട്ട ഈമാൻ, റസൂലുകളുമായി ബന്ധപ്പെട്ട ഈമാൻ, അന്ത്യനാളിനെ കുറിച്ചുള്ള ഈമാൻ, ഖളാ ഖദറിനെ കുറിച്ചുള്ള ഈമാൻ. ഒരു മുസീബത്ത്, ഒരു പ്രയാസം വന്ന് ഭവിക്കുമ്പോൾ എന്തേ എനിക്ക് മാത്രം ഇങ്ങനെ, എല്ലാവരും നല്ലവർ ജീവിക്കണ്ടല്ലോ, ഞാൻ മാത്രം എന്ത് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചോദിച്ചാൽ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ ആയിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖളാ ഖദറിന് കീഴൊതുങ്ങാൻ സാധിക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ അറിഞ്ഞതും അവൻ ഉദ്ദേശിച്ചതും അവൻ തീരുമാനിച്ചതും അവൻ സൃഷ്ടിച്ചതും അല്ലാത്തതൊന്നും സംഭവിക്കുന്നില്ല എന്ന ഉറച്ച വിശ്വാസമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ഒരു കാറ്റടിക്കുമ്പോഴേക്ക് പാറിപ്പോകുന്ന ഈമാനാണെങ്കിൽ, ദീൻ ഉപേക്ഷിക്കുന്ന ഈമാനാണെങ്കിൽ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ ആയിട്ടില്ല. വല്ലാതെ മനസ്സിൽ കൊണ്ടുവരുന്നൊരു കാര്യം, പൊടുന്നനെ നഷ്ടപ്പെട്ടപ്പോൾ ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുമെന്ന് പറയാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. അതാണ് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അപ്പോൾ നമ്മുടെ ഈമാൻ ശരിയായി എന്ന് പറയുക. ചിന്തിച്ചു നോക്കൂ, എത്ര പഠിക്കാനുണ്ട് നമ്മൾ, എത്ര അറിയാനുണ്ട് നമ്മൾ. ഈമാനുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞാൽ തീരോ? എത്ര പറയാനുണ്ട്. അതിലേക്ക് സഹോദരങ്ങളെ, അഖീദ, വിശ്വാസപരമായ കാര്യത്തിലേക്ക് പരിപൂർണമായി നമ്മൾ വരണം. ആണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇബാദത്തുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ രണ്ടാമത്തെ കാര്യം നിസ്കാരമാണ്. വഅഖീമുസ് സ്വലാഹ്, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഓർമ്മപ്പെടുത്തി, നിങ്ങൾ നിസ്കാരം മുറ പോലെ നിർവഹിക്കുക. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നിസ്കാരം എന്നത് മുഅ്മിനീങ്ങൾക്ക് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാകുന്നു. നിസ്കരിക്കാൻ കൽപ്പിച്ചു, നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കണമെന്നും കൽപ്പിച്ചു. എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരെ? നിസ്കരിക്കാത്ത നോക്കിയിട്ട് എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ഒരാൾക്ക് തോന്നും ഞാൻ അള്ളാൻ്റെ ഔലിയാണ്. 5 നേരം കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്ന ആളുകളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ പോരായ്മ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോഴാണ് ഒരു റക്അത്ത് കുറയുമ്പോൾ ഇമാമുമായി ഒരു റക്അത്തിന്റെ വ്യത്യാസം നമ്മുടെ നിസ്കാരങ്ങളിൽ കടന്നു വരുമ്പോൾ നമുക്ക് വേദന തോന്നുകയുള്ളൂ. അവസാനം വന്നിട്ട് കൈയെട്ടുന്നവനെ നോക്കിയാൽ നമ്മൾ വിചാരിക്കും അതിനേക്കാൾ മുന്നേ 2 റക്അത്ത് എനിക്ക് അധികം കിട്ടിയിട്ടില്ലേ, ഇതാണ് നമ്മളെ മനസ്സിലുണ്ടാവുക. അല്ല സഹോദരങ്ങളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ. ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായിരിക്കണം. ഹയ്യ അല സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് വിളിക്കപ്പെടുമ്പോൾ മസ്ജിദുകളിലേക്ക് ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ താമസിക്കുകയാണെങ്കിൽ, ജീവിക്കുകയാണെങ്കിൽ പള്ളിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരെ എന്നല്ല, കൃത്യമായി മുറ പോലെ നിർവഹിക്കണം. സമയമുണ്ട് നിസ്കാരത്തിന്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഫവൈലുൻ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് നാശം, നിസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ് പറഞ്ഞത്. ഏത് നിസ്കാരക്കാർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എത്ര തവണ പാരായണം ചെയ്തു പോകുന്ന ആയത്തുകളാണ്. തങ്ങളുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയിലായിട്ടുള്ള ആളുകൾ. എന്താണ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയിലാവുക എന്ന് പറഞ്ഞാൽ? നിസ്കാരം മുറ പോലെ നിർവഹിക്കാതെ സമയം തെറ്റിച്ച് നിസ്കരിക്കുക, നിസ്കാരത്തിലെ റുക്നുകളും നിസ്കാരത്തിലെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യങ്ങളും അതിലെ നിർബന്ധ കാര്യങ്ങളും അതിലെ സുന്നത്ത് കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ അശ്രദ്ധമായി നിസ്കരിക്കുന്ന ആളുകൾ, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അശ്രദ്ധയിലായി നിസ്കരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള നിസ്കാരക്കാർക്ക് നാശമെന്നാണ് അല്ലാഹു പറഞ്ഞത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ സഹോദരങ്ങളെ, നമ്മൾ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അഖീദ കഴിഞ്ഞാൽ, വിശ്വാസം കഴിഞ്ഞാൽ, ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കർമ്മങ്ങളാണ്, ഇബാദത്തുകളാണ്. ഫജ്റിന് അൽഹംദുലില്ലാഹ് റമളാനിൽ മസ്ജിദുകൾ നിറഞ്ഞു നിൽക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാൻ, പരിശുദ്ധ റമളാൻ കഴിഞ്ഞാലും ഫജ്റിന് ജമാഅത്തിന് പങ്കെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനാണ് ഇപ്പോൾ ഈ വിഷയം പറഞ്ഞത്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. റമളാനിൽ ഒരു മാസം മാത്രമല്ല, ഈ ഒരു മാസം മാത്രമല്ല സുബ്ഹി ജമാഅത്ത് നിർബന്ധമായിട്ടുള്ളത്. മരിക്കുന്നത് വരെ സുബ്ഹി ജമാഅത്ത് എന്നല്ല, 5 നേരത്തെ ജമാഅത്തും ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണെങ്കിൽ നമുക്ക് നിർബന്ധമാണ്. ളുഹറിന്, അസ്റിന്, മഗ്രിബിന്, ഇശാഇന് അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളികൾ സജീവമാണ്. പരിശുദ്ധ റമളാനിൻ്റെ അമൂല്യമായ ബറക്കത്ത്, അനുഗ്രഹമാണത്. അത് നമ്മൾ മരിക്കുന്നത് വരെ നിലനിർത്തലാണ് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. റമളാൻ കഴിഞ്ഞു, കാറ്റ് പോയാലോ പൂർത്തിയായിട്ടില്ല, പരിപൂർണമായിട്ടില്ല. റമളാൻ കഴിഞ്ഞാലും ആ നിറച്ചു വെച്ച ഊർജം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഇനി സഹോദരങ്ങളെ, റമളാൻ, നോമ്പ്, സകാത്ത്, ഹജ്ജ് തുടങ്ങി ഇസ്ലാമിലെ ഓരോ ഇബാദത്തും കൃത്യമായി മുറ പോലെ നിർവഹിക്കണം. എങ്ങനെയെങ്കിലും ചെയ്താൽ പോരെ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. പാടില്ല, എങ്ങനെയെങ്കിലും അല്ല ചെയ്യേണ്ടത്, പരിപൂർണമായി ചെയ്യണം. നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ട് ചെയ്യണം. സകാത്ത് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, സമ്പത്തുള്ളവൻ അതിൻ്റെ നിസാബ് അഥവാ കൊടുക്കേണ്ട ഒരു അളവുണ്ട്, അത് എത്തിക്കഴിഞ്ഞാൽ അതിന് ഹൗൽ, ഒരു വർഷം, അതല്ലെങ്കിൽ അതിൻ്റെ കാലയളവ് എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി കണക്ക് കൂട്ടി കൊടുക്കൽ നിർബന്ധമാണ്. റമളാനിലെ പകലുകളിൽ
എന്തെങ്കിലും വരുന്ന ആളുകൾക്ക് ചുരുട്ടി കൊടുക്കുക എന്നതല്ല സക്കാത്ത്. കൃത്യമായി കണക്ക് കൂട്ടി കൊടുക്കണം, അതാണ് സക്കാത്ത്. അത് നമ്മുടെ ഔദാര്യമല്ല, മറിച്ച് സാധുക്കളുടെ അവകാശമാണത്. സക്കാത്തിന്റെ അള്ളാഹു നിശ്ചയിച്ച അവകാശികളുടെ അവകാശമാണ്. അതുകൊണ്ടാണ് അവർ അവകാശികൾ എന്ന് പറഞ്ഞത്. സക്കാത്തിന്റെ അവകാശികൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. സക്കാത്തിന്റെ ഔദാര്യം സ്വീകരിക്കുന്നവരെന്നല്ല, പിന്നെയോ അവകാശികൾ എന്നാണ്. കാരണം അവർ അവകാശപ്പെട്ടവരാണ്. നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് നിർബന്ധമാണ് കൊടുക്കൽ. നമ്മുടെ സമ്പത്ത് ആ പണം, ആ സമ്പത്ത് പോയിരിക്കണം. അത് കൃത്യമായി വർഷാവർഷം ചെയ്യലാണ് സഹോദരങ്ങളെ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. റമളാനിലെ നോമ്പ് കൃത്യമായി ചെയ്തിരിക്കണം. വയറിന് മാത്രമല്ല പട്ടിണി, ശരീരത്തിന് മുഴുവനും പട്ടിണിയായിരിക്കണം. നോമ്പിനെ മുറിച്ചു കളയുന്ന, നോമ്പിൻ്റെ പ്രതിഫലം കുറച്ച് കളയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതിനൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം. ഏറ്റവും നല്ല നോമ്പായിരിക്കണം നമ്മുടേത്. അതാണ് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. എല്ലാവർക്കും നോമ്പ്, എനിക്കും നോമ്പ്, എല്ലാവരും പട്ടിണി, എനിക്കും പട്ടിണി, എല്ലാവരും നോമ്പോർക്കുമ്പോൾ ഞാനും നോമ്പോർക്കുക, അതല്ല. പരിപൂർണമായിരിക്കണം. ഹജ്ജ് ഒരുപാട് സമ്പത്തുണ്ടാവും, എന്നാലും വിചാരിക്കും താടി നരക്കട്ടെ, ചെറുപ്പത്തിലേ പോയിട്ട് ഇപ്പം എന്താ കാര്യം, വന്നിട്ട് പിന്നെയും ഗുസ്തി കളിക്കാനുള്ളല്ലേ, വയസ്സായിട്ട് പോവാ, അപ്പോൾ വേഗം വന്നപാട് കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകുമല്ലോ. അങ്ങനെയല്ല, ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ നിർബന്ധമായി കഴിഞ്ഞു പോയിരിക്കണം. പിന്നെ വയസ്സാകാൻ കാത്തുന്നതിൻ്റെ ഇടയിൽ മരിച്ചു പോയാൽ വലിയ അപകടത്തിലാണ് ഇത്തരം ആളുകളുള്ളത്. അതുകൊണ്ട് പരിപൂർണമായി ഇബാദത്തുകളുടെ കാര്യത്തിൽ സഹോദരങ്ങളെ പരിപൂർണമായി നമ്മൾ പ്രവേശിക്കണം. അതാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അതുപോലെ ഇസ്ലാമിൽ അള്ളാഹു നല്ല സ്വഭാവ മര്യാദകൾ, ആദാബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അതിന് നമുക്കുള്ള മാതൃക. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ, താങ്കൾ മഹത്തായ സ്വഭാവത്തിലാണുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു, തീർച്ചയായും ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, നല്ല സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണവുമായിക്കൊണ്ട്. ഏറ്റവും നല്ല സ്വഭാവം ജീവിച്ച് പഠിപ്പിച്ച് കാണിച്ചു തന്ന വ്യക്തിത്വമാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുമ്പോൾ സഹോദരങ്ങളെ, സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ നമുക്കുള്ള മാർക്ക് 100-ൽ 100ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. എൻ്റെ സ്വഭാവം പണ്ടേ ഇങ്ങനെ, നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, നമ്മുടെ സ്വഭാവം മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറയാൻ പാടില്ല. നമ്മുടെ സ്വഭാവത്തിൽ മോശമുണ്ടോ, ദുസ്വഭാവങ്ങളുണ്ടോ മാറ്റിയിരിക്കണം. സൽസ്വഭാവികളായിരിക്കണം നമ്മൾ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സംസാരങ്ങൾ മര്യാദയുള്ളതായിരിക്കണം. ഞാൻ പണ്ടേ അങ്ങനെയാണ്, ചില ആളുകളെ കുറിച്ച് നമ്മൾ അയാളുടെ തടുക്കാൻ പണ്ടേ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് തള്ളുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് അപമാനമാണത്. പല ആളുകൾ വിചാരിച്ച അത് വലിയ ബഹുമാനമാണ് എന്നാണ്. അത് അപമാനമാണ്. ആളുകൾ നമ്മുടെ നാവിൻ്റെ ശർറ് ഭയന്നുകൊണ്ട് നമ്മളെ അകറ്റി നിർത്തുക എന്നത് അത് നമുക്കുള്ള അപമാനമാണത്. കുറ്റം കിട്ടാൻ, കുറ്റക്കാരായി തീരാൻ അത് കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, അഖീദയും ഇബാദത്തും ഇതൊക്കെ നന്നാക്കുമ്പോൾ, അതിലൊക്കെ പരിപൂർണമായി നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദാബുകളുടെ കാര്യത്തിൽ, സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ മികച്ചു നിൽക്കണം. നല്ല സ്വഭാവം ഏറ്റവും നാം അർഹതപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ മാതാപിതാക്കളോട്. എല്ലാ ഗുസ്തിയും കളിക്കലും അവിടെയാണ്. അവിടെ ഏറ്റവും നല്ല രൂപത്തിലാണ് നമ്മൾ പെരുമാറേണ്ടത്. അതുപോലെ നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബത്തോട്, മറ്റുള്ളവരോട് സൽസ്വഭാവികളായിരിക്കണം നമ്മൾ. ഇതിനർത്ഥം നന്മ കൽപ്പിക്കരുത്, തിന്മ കണ്ടാൽ എതിർക്കരുത് എന്നല്ല. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസം കാണിച്ചാലൊക്കെ സൽസ്വഭാവം, അതല്ല. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് സൽസ്വഭാവിയായി ജീവിച്ച് കാണിച്ചത്. അവിടുന്ന് തിന്മകൾ എതിർത്തിട്ടുണ്ട്, അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ടുണ്ട്, അവിടുത്തെ മുഖം ചുവന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മര്യാദയിലായിരുന്നു. അതിനൊക്കെ മര്യാദകളുണ്ടായിരുന്നു. ഇസ്ലാമിൽ ദേഷ്യം പിടിക്കാൻ മര്യാദ ഉണ്ട്, ദേഷ്യം പിടിക്കാൻ മര്യാദയുണ്ട്. കാർക്കശ്യത്തോടു കൂടി പറയാനും മര്യാദയുണ്ട്. ആദാബുകൾ പാലിക്കേണ്ടതുണ്ട്.
സഹോദരങ്ങളെ, അതുകൊണ്ട് ആ രൂപത്തിലേക്ക് നമ്മൾ പരിപൂർണമായി പ്രവേശിക്കണം. അതുപോലെ തന്നെ ഇസ്ലാമിൽ മുആമലത്തുകളുണ്ട്, ഇടപാടുകളുണ്ട്. നല്ല ഇടപാടുകൾ കച്ചവട മേഖലകളിലാവട്ടെ, അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോഴാകട്ടെ, പ്രബോധന മേഖലയിലാകട്ടെ, നല്ല ഇടപാടുകൾ, നല്ല മുആമലാത്തുകൾ, പരസ്പരം സഹായം, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ അത് ഇസ്ലാമിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്. അതിലും നമ്മൾ പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുക്കാൻ നല്ല രൂപത്തിൽ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കണം. എവിടെയോ കേട്ടിട്ടുണ്ട് എന്നല്ല, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കണം. തെളിവുകൾ നിരത്തി പറഞ്ഞു കൊടുക്കണം, ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. നല്ല കാര്യമാണത്. അതാണ് ദീനിൻ്റെ താല്പര്യം. കച്ചവടത്തിൽ സത്യസന്ധത പാലിക്കുക, നീതി പുലർത്തുക, ഹലാലും ഹറാമും ശ്രദ്ധിക്കുക, ഇതൊക്കെ പരിപൂർണമായി ഇസ്ലാമിലേക്ക് കടന്നുവരലാണ്. ഇതാണ് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് പറഞ്ഞാൽ. അതുപോലെ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള, നേരത്തെ പറഞ്ഞ അഖീദ, നേരത്തെ പറഞ്ഞ ഇബാദാത്തുകൾ, ഈ തുടങ്ങി ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയ ആദർശങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ സഹോദരങ്ങളാണ്. അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അവരോടുള്ള മര്യാദകൾ നമ്മൾ പാലിക്കണം. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ, അങ്ങനെ ആ രൂപത്തിൽ പരസ്പരം നല്ല രൂപത്തിൽ വർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് ദീനിലേക്ക് പരിപൂർണമായി പ്രവേശിക്കലാണ്. അതുപോലെ തന്നെ കുഫറിനോടും നിഫാഖിനോടും അതുപോലെയുള്ള തിന്മകളോടും ബന്ധവിച്ഛേദനം നടത്താനും അതിൽ നിന്ന് അകലം പാലിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ദീന് ഫസാദായി പോകും. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ദീനിലുള്ളതാണ് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് ഇഹ്സാൻ ചെയ്യൽ, നന്മ ചെയ്യൽ. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മുസ്ലിമീങ്ങളുമായി നല്ല രൂപത്തിൽ വർത്തിക്കുന്ന മുസ്ലിമീങ്ങൾ, അവരോട് നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മെ പുറത്താക്കാത്ത, നമ്മോട് യുദ്ധം ചെയ്യാത്ത ആളുകൾ, അവർക്ക് നന്മ ചെയ്യാനും അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കാനും നീതി പാലിക്കാനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അത് ദീനിൻ്റെ ഭാഗമാണ്. അത് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്ന കാര്യമാണ്. അത് ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കലാണ്. ആ കാര്യത്തിൽ അതിര് കവിഞ്ഞവരുണ്ട്, അലംഭാവം കാണിച്ചവരുമുണ്ട്. മധ്യത്തിലാണ് കാര്യം. പരിധിവിട്ട ആളുകളുണ്ട്, തീരെ ഇത് പരിഗണിക്കാത്ത ആളുകൾ, തീവ്ര സ്വഭാവമുള്ളവർ. അവരിൽ നിന്ന് നമ്മൾ ഒഴിവാണ്. അലംഭാവമുള്ള ആളുകളുണ്ട്, തീരെ അലസന്മാർ, ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ, എല്ലാം കൊടുക്കുക, വാങ്ങിക്കുക, യാതൊരു അതിർവരമ്പുകളുമില്ലാതെ. അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ആദർശങ്ങൾ, ദീന് പരസ്പരം കൈമാറുക, അങ്ങനെയില്ല. മധ്യത്തിലാണ് അള്ളാഹു അവൻ്റെ റസൂലും പഠിപ്പിച്ച ആ മധ്യമ നിലപാട്. നമ്മുടെ ദീൻ നമ്മൾ മുറുകെ പിടിക്കുന്നു, മാനുഷികമായ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നു, നന്മകൾ ചെയ്യുന്നു. അള്ളാഹു കൽപ്പിച്ചതാണത്, നമുക്ക് അനുവദനീയമാണത്, അത് ദീനിലുള്ളതാണ്. അതിൽ തെറ്റിപ്പോകാതെ ഈ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നത് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്നതിൽപ്പെട്ടതാണ്. അതുപോലെ സഹോദരങ്ങളെ, ഓരോന്നും ഈ പറഞ്ഞതെല്ലാം അവസാനിപ്പിക്കട്ടെ. ഓരോന്നും എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു കൽപ്പന വന്ന് കിട്ടിയാൽ അത് കൃത്യമായി പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. തിന്മകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, നമ്മളതിൻ്റെ ആളാണ്, നമ്മൾ ചെയ്യുന്നുണ്ട് എന്നത് ന്യായമല്ല. മാറി നിൽക്കണം, നമ്മളതിൽ നിന്ന് മാറി നിൽക്കണം. എൻ്റെ സാഹചര്യം അതാണ്, ഞാനിപ്പോൾ എന്ത് ചെയ്യുക? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സഹാബി ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് വ്യഭിചരിക്കാൻ പറഞ്ഞപ്പോൾ എന്താണ് അവിടെ പറഞ്ഞ് തിരുത്തി കൊടുത്തു. പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക, എനിക്കെല്ലാം പറ്റൂ, ചിലത് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ, യഹൂദികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്, അഫതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. യഹൂദികൾ അവരുടെ കിതാബിൽ നിന്ന് ചിലതെടുക്കും, ചിലതെടുക്കൂല. അവർക്ക് യോജിച്ചത് അവരെടുക്കും, അവരുടെ ഹവക്ക്, അവരുടെ കാറ്റിന്, അവരുടെ ദേഹേച്ഛക്ക് യോജിച്ചത് അവരെടുക്കും, അല്ലാത്തവർ തള്ളിക്കളയും. അങ്ങനെ നമ്മളായി പോകരുത്. ദീനിലെ നിയമങ്ങൾ മുഴുവനും അള്ളാഹു കൽപ്പിച്ചോ, സമിഅനാ വ അതഅനാ. അതാണ് സഹോദരങ്ങളെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നമ്മുടെ മനസ്സിനൊരു ചൊറിച്ചിലുണ്ടാവാൻ പാടില്ല. പിന്നെ
അതേത് വിഷയത്തിലായാലും, ചെറിയ കാര്യത്തിലായാലും, അതൊരു വസ്ത്രത്തിൻ്റെ, ഒരു നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന വിഷയത്തിലായാലും ചില ആളുകൾ ചോദിക്കും, അര ഇഞ്ചിലാണോ ഇസ്ലാം ഉള്ളത്? അതെ, അര ഇഞ്ചിലുള്ളത്. അര ഇഞ്ച് വേണ്ട, ഒരു സെക്കൻഡ് മതി. ഒരു കുഫറിൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ ഒരാൾ ദീനിന്ന് പുറത്തുപോയില്ലേ? ഒരു വാക്ക് വരെ എത്ര സമയം വേണം? ഒരു വാക്ക് പറയാൻ എത്ര സമയമാണ് വേണ്ടത്? അര ഇഞ്ച് ഇങ്ങനെ അളക്കുന്ന നേരം വേണ്ടതില്ല. അതുകൊണ്ട് അര ഇഞ്ചിലാണോ ഇസ്ലാം എന്ന് ചോദിക്കുന്നവരുണ്ട്. അതെ, ആ അര ഇഞ്ചിനേക്കാൾ ചെറിയ കാര്യത്തിലാണ് ദീനുള്ളത്. ദീൻ എന്ന് പറഞ്ഞാൽ തമാശ കളിക്കാനുള്ളതല്ല. അതുകൊണ്ട് ചെറിയൊരു കാര്യം, വസ്ത്രം നെരിയാണിക്ക് മുകളിൽ കയറ്റി ഉടുക്കേണ്ട കാര്യം, അത് അഭിപ്രായ വ്യത്യാസമല്ല, അത് അങ്ങനല്ലേ ഇങ്ങനല്ലേ, അത് അഹങ്കാരത്തോടുകൂടെ ഒന്നും പറയേണ്ടതില്ല. അള്ളാഹു കൽപ്പിച്ചു, ഒരഭിപ്രായ വ്യത്യാസമില്ല. ഹദീസുകൾ നിറഞ്ഞിരിക്കുന്നു. വേണമെങ്കിൽ ചെയ്താൽ പോരാ, ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ കൊണ്ട് സമൃദ്ധമാണ് ആ വിഷയം. ചെറിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. വലുത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയൊരു കാര്യം, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന നിലക്ക് പറഞ്ഞാൽ. അപ്പം അവിടെയും സഹോദരങ്ങളെ, ഉദ്ഖുലു ഫിസ്സിൽ മികാഫ, പരിപൂർണമായി. ഞാനൊന്ന് മടക്കി വെക്കും, ഇങ്ങനെ കയറ്റി വെക്കും, കുറച്ച് തന്നെ താത്താലോ. പള്ളിയിൽ നമ്മൾ കാണുന്ന റബ്ബ് തന്നെയാണ് പുറത്തുനിന്ന് നമ്മൾ കാണുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ, സമിഅനാ വ അത്അനാ. അള്ളാഹു കൽപ്പിച്ചോ, സമിഅനാ വ അത്അനാ. കേട്ടിട്ടില്ലേ? മദ്യം, അറബികൾക്ക് മദ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ലയിച്ച ഒരു കാര്യമാണ്. കള്ളും അറബികളും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ അറബികൾക്ക് അള്ളാഹു കള്ള് നിരോധിച്ചത് പല ഘട്ടങ്ങളിലായിട്ടാണ് നിരോധിച്ചത്. അവസാനം അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചു, ഫഹൽ അൻതും മുൻതഹൂൻ. നിർത്താനായില്ലേ എന്ന് ചോദ്യം. സഹാബികൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇൻതഹൈന, ഞങ്ങൾ നിർത്തിയിരിക്കുന്നു. ഇതാണ് ദുഖുലു ഫിസ്സിൽ മികാഫ. ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, നാളെ ഇതുവരെ എൻ്റെ 80 വയസ്സ് വരെ ഞാൻ ഇതാണ് ചെയ്തത്, ഇനി എങ്ങനെ ഞാനിത് നിർത്തും? അല്ല, ഇൻതഹൈന, നിർത്തിയിരിക്കുന്നു, ഞാൻ ചെയ്തിരിക്കുന്നു, ഇനി അങ്ങോട്ട് ഞാനത് ചെയ്തിരിക്കുന്നു. ഒരു കാര്യം അള്ളാഹു വിലക്കി എന്ന് കേട്ടാൽ, ഇത്രയും കാലമായിട്ട് ചെയ്തല്ലേ, ഇൻതഹൈന, തീർന്നു. സമിഅനാ വ അതഅനാ, അള്ളാഹുവെ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഇതായിരിക്കണം നമ്മുടെ വാക്ക്. അത് പിന്നെ എൻ്റെ ജോലിയല്ലേ, എൻ്റെ ഇതല്ലേ, എൻ്റെ കച്ചവടമല്ലേ, ഇത്രയും കാലം ഞാൻ വിറ്റല്ലേ, തെറ്റാണെന്ന് മനസ്സിലായോ? പരിപൂർണമായി മാറി നിൽക്കണം. അള്ളാഹു റിസ്ക് വേറെ തരും. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നു, അവൻ അള്ളാഹു ഒരു പോം വഴി ഒരുക്കി കൊടുക്കും. അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവന് റിസ്ക് നൽകും. അള്ളാഹുവിനെ സൂക്ഷിച്ചോ, റബ്ബിന് വേണ്ടി ഒരു കാര്യം ഒഴിവാക്കിയോ, അള്ളാഹു അതിനേക്കാൾ നല്ലത് നൽകിയിട്ടല്ലാതെ ഇല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഉദ്ഖുലു ഫിസ്സിൽ മികാഫ, പരിപൂർണമായി. ആണും പെണ്ണും സ്ത്രീയും പുരുഷനും വിശദമായ വിഷയമാണിത്. ഒരുപാട് സംസാരിക്കണം, സമയമില്ല. ഒരുപാട് വിലപ്പെട്ട സമയമാണ്. ഓരോരുത്തരും ഓരോ വഴിക്ക് പോകേണ്ടതായിരിക്കും. വിശാലമായ വിഷയമാണിത്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. പരിപൂർണമായ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതാണാവട്ടെ, പെണ്ണാവട്ടെ, യുവാക്കളാകട്ടെ, യുവതികളാവട്ടെ, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നോ കേട്ടിരിക്കുന്നു, അള്ളാഹുവിൻ്റെ വിലക്ക് വന്നോ നിർത്തിയിരിക്കുന്നു. ഇതായിരിക്കണം നമ്മൾ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ പിശാചിൻ്റെ കാലടിപ്പാടുകൾ പിൻപറ്റരുത്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ തടഞ്ഞു നിർത്തുന്നത് പിശാചാണ്. ആദമിൻ്റെ പുത്രൻ്റെ, മനുഷ്യൻ്റെ സിറാത്തുൽ മുസ്തഖീമിന് കുറുകയായി പിശാചിരിക്കും. അവൻ്റെ ആ ഇരുത്തം നമ്മൾ മരിക്കുന്നത് വരെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അദ്ദേഹം മരണമാസന്നമായി കിടക്കുമ്പോൾ മകൻ അബ്ദുള്ളയുണ്ട് കൂടെ. അദ്ദേഹം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അദ്ദേഹം പറയുകയാണ്, ലാ ബഅദ്, ഇല്ല ഇനിയുണ്ട്, ലാ ബഅദ്, ഇല്ല ഇനിയുണ്ട്. മകൻ ചോദിച്ചു, എന്തേ വാപ്പാ? പറഞ്ഞു, പിശാച് എന്നോട് പറയുകയാണ്, അഹ്മദേ, നിന്റെ കാര്യം അതിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, നിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, ഇല്ല ബഅദ്, ഇനിയുണ്ട്, ആയിട്ടില്ല. നമ്മളാണെങ്കിലോ, ശരി ആയിക്കോട്ടെ, അതോടുകൂടി നമ്മളെ കാര്യം തീർന്നു, നമ്മൾ അതോടുകൂടി വഞ്ചിതരായി പോകും. നോക്കൂ നിങ്ങൾ,
ഇമാം അഹ്ലി സുന്ന, പണ്ഡിതനാണ് അദ്ദേഹം, ഒരുപാട് ഹദീസുകൾ പഠിച്ച വലിയ ആലിമാൻ. അദ്ദേഹം പറയുകയായിട്ടില്ല. കാരണം ഈ ഖുതുവാത്ത് മരിക്കുന്നവരെ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ നമ്മൾ പിടികൂടും. പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്താണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ പിശാച് സർവ്വസന്നാഹവുമായിട്ട് വരിക. കാരണം ആ സമയത്താണ് ഒരു മനുഷ്യനെ കിട്ടുക. ഏറ്റവും ദുർബലനായി കിടക്കുന്ന ഒരു സമയമാണത്. എല്ലാ അർത്ഥത്തിലും ദുർബലതയോടുകൂടി ഒരു മനുഷ്യൻ കിടക്കുന്ന ഒരു സമയമാണത്. എല്ലാ ദുർബലതയും ഉണ്ടാവും. അപ്പോഴാണ് പിശാച് സർവ്വസന്നാഹവുമായി കടന്നു വരിക. പലത് കാണിച്ചു തരും, അത് കാണിച്ചു തരും, ഇത് കാണിച്ചു തരും, അത് ഓർമ്മപ്പെടുത്തും, പണ്ടത്തെ തിന്മ ഓർമ്മപ്പെടുത്തും, പലതും ഓർമ്മപ്പെടുത്തും. ആ സമയത്ത് ഒരാളെ കിട്ടിയാൽ പിശാചിന് കിട്ടി. അതുകൊണ്ടാണ് മരിക്കുന്നത് വരെ നമ്മൾ അള്ളാഹനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. മരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന തിന്മകൾ അത് നമുക്കും നമ്മുടെ നല്ല മരണത്തിനും മറയാക്കപ്പെടുമോ എന്നാണ് നമ്മുടെ മുൻഗാമികൾ പേടിച്ചത്. അവർ തിന്മകളെ പേടിച്ചത്, അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് മാറി നിൽക്കാൻ അവർ ഭയന്നത്, അവരെ ഭയപ്പെടുത്തിയത് മരിക്കുന്ന സമയം മോശമായി പോവുക എന്നതാണ്. ഈ തിന്മകളും അധർമ്മങ്ങളും തോന്നിയവാസങ്ങളുമായിരിക്കും മരണസമയത്ത് നമ്മൾ പിടികൂടുക. അതുകൊണ്ട് വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, അല്ലാഹു പറയുകയാണ്, നിങ്ങൾ പിശാചിൻ്റെ കാലടിപ്പാടുകൾ പിൻപറ്റരുത്. അത് പിൻപറ്റിപ്പോയാൽ പിശാച് യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാ, തിന്മകളും വൃത്തികേടുകളുമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുക. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാത്തത് സംസാരിക്കാനും അവൻ നിങ്ങളോട് കൽപ്പിക്കും. എന്താ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അള്ളാഹ് പുറത്തു തരൂലേ, അള്ളാഹ് സ്വർഗത്തിലാക്കൂലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. റബ്ബിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്തത് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കും, നമ്മളെ നശിപ്പിച്ചു കളയും. വലാ യബ്തഗി ബിഗൈരി ഹലാകി ഇബ്നി ആദം, ആദമിൻ്റെ പുത്രൻ്റെ മനുഷ്യൻ്റെ നാശമല്ലാതെ പിശാച് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മോട് നമ്മുടെ മാതാപിതാക്കളെക്കാൾ സ്നേഹമുള്ള നമ്മുടെ റബ്ബ് പറയുകയാണ്, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിൻ്റെ കാലടിപ്പാടുകൾ പിൻപറ്റരുത്. കാരണം ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ കാണുന്ന ശത്രുവിനേക്കാൾ കാണാത്ത ശത്രുവിനെയാണ് കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത്. പ്രത്യക്ഷത്തിൽ നേർക്കുനേരെ ഒരാൾ ശത്രുവാണെങ്കിൽ അവരെന്താ ചെയ്യുക നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളെ കാണും, പക്ഷെ നമ്മൾ കാണുകയില്ല. അങ്ങനെയുള്ള ശത്രുവാണ്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ ഖുതുവാത്തുകളെ ശ്രദ്ധിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ പിശാചിന് പിന്നെ അവിടെ സ്ഥാനമില്ല. അള്ളാഹുവിനെ ഓർത്താൽ, അള്ളാഹുവിനെ അനുസരിച്ചാൽ, ജീവിതം നന്നാക്കിയാൽ പിശാചിന് നമ്മൾ കിട്ടുകയില്ല. കാരണം അള്ളാഹുവിനോട് അവൻ പറഞ്ഞിട്ടുണ്ട്, മുഖ്ലസീങ്ങളായ നീ ഇഖ്ലാസ് ഇട്ട് നൽകിയ നിന്റെ അടിമകളുടെ കാര്യത്തിൽ ഞാൻ പരാജിതനാണ്. അതുകൊണ്ട് അതിലുൾപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, വ്യക്തമായ പ്രത്യക്ഷ ശത്രുവാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅത്കുമുൽ ബയ്യിനാത്ത്, ഇതൊക്കെ അറിഞ്ഞിട്ടും ഒരാൾ തെറ്റിപ്പോയാൽ, ഇനിയും ഒരാളുടെ ദേഹേച്ഛ അയാളെ പിൻപറ്റുകയാണെങ്കിൽ, ഇനിയും അയാൾ തെറ്റിപ്പോവുകയാണെങ്കിൽ, ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹക്കീം, അറിയുക അല്ലാഹു അസീസാണ്, ഹക്കീമാണ്, അല്ലാഹു പ്രതാപിയാണ്, അല്ലാഹു യുക്തിപൂർണനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മൾ ഓരോരുത്തരും മരണം വരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, പരിപൂർണമായി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രവേശിക്കാൻ പരിശ്രമിക്കുക എന്നതാണ് എന്നോടെന്നതുപോലെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതാണ് നമ്മുടെ ഇഹലോകവും പരലോകവും നന്നാക്കി നൽകുക. അതാണ് നമുക്കുള്ള രക്ഷ, അതാണ് നമുക്കുള്ള സൗഭാഗ്യം, അതാണ് നമുക്കുള്ള അന്തസ്, അതാണ് നമ്മൾ വിജയത്തിലേക്ക് എത്താനുള്ള അള്ളാഹു നിശ്ചയിച്ച കാരണം. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അന്ന് ഏറ്റവും നല്ല ദിവസമാക്കി തരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസവും തുറവിയും ശിഫാവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.